ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹോട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നടി ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവർക്ക് ഏതാണ് ഹോട്ടായിട്ട് തോന്നിയിട്ടുള്ള നടി ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ ഇന്ത്യയിലെ ഹോട്ടായിട്ടുള്ള നടി ഏതാണ്? അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ നമ്മൾ കണ്ടിട്ട് വെച്ചോളൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹോട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഹോട്ടെന്ന രീതിയിൽ നമ്മൾ ആരെയും അങ്ങനെ ഇത് ചെയ്യാറില്ല. ആക്ടിങ് എന്ന രീതിയിൽ നല്ലത് എനിക്ക് തോന്നുന്നു. ഹോട്ടെന്ന രീതിയിൽ ആരെയും നമ്മൾ അങ്ങനെ നോക്കാറില്ല. എക്സ്പോസ് ചെയ്യണതും അവര് അങ്ങനെ കാണിക്കുന്നു, അവരുടെ ശരീരം അങ്ങനെ കാണിക്കുന്നു, അവര് നമ്മൾ കാണാനും നമ്മൾ ആസ്വദിക്കാൻ തന്നെയാണല്ലോ. ഒരു ഹോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ. നോക്കുമ്പോ ആരായിരിക്കും? അതല്ല ഹോട്ടെന്ന് അതിനു വേണ്ടി മാത്രമല്ല, അവര് അങ്ങനെ ചെയ്യുന്ന ഇതെന്ന് വെച്ചാൽ അവരുടെ ഒരു ക്യാരക്ടർ വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു സിനിമയുടെ ഒരു ക്യാരക്ടർ രീതിയിൽ അങ്ങനെയുള്ള ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള കണ്ടന്റ് അനുസരിച്ചല്ല അവർ ചെയ്യണം ഫോട്ടോഷൂട്ട്. അല്ലാണ്ട് അത് ഒരു എന്താ പറയാ മറ്റുള്ളവരെ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണെന്ന് എനിക്ക് തോന്നണില്ല. എന്റെ ഫേവറേറ്റ് നടി ആക്ടിങ് വൈസ് എനിക്ക് പ്രയാഗ മാർട്ടിൻ തരികയുള്ള നല്ല ആക്ടിങ് ആണ്. നല്ല ആക്ടിങ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും സെക്സി ആയിട്ടുള്ള ആക്ട്രസ് ഇപ്പൊ ഉള്ളവരില് ഇന്ത്യയില് ഏറ്റവും ഹോട്ടായിട്ടുള്ള തമന്ന. എന്താണ് തമന്നയുടെ? തമന്ന ഹോട്ടാണ്. തമന്ന ഇതില് ആ ജയിലറിലെ പാട്ടിലല്ല കാവാലിൽ ഭയങ്കര ഹോട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. തമന്ന നല്ല ഹോട്ടാണ്. തമന്നയാണ് ഏറ്റവും സെക്സി ആയിട്ട് തോന്നിയിട്ടുള്ള ഹോട്ട് സെക്സി. മെയിൻലി ഇപ്പൊ കുറച്ച് ആലോചിക്കണം. തോന്നിയപ്പോ തമന്നയാണ്. എന്താണ് തമന്നയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്? തമന്നയുടെ ബോഡി സ്ട്രക്ചറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അവര് വളരെ ഫ്രീ ആയിട്ട് അഭിനയിക്കണ്ടല്ലോ എല്ലാം. ഇപ്പൊ തമന്നയുടെ പോസ്റ്റ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാറുണ്ടോ? ഇടയ്ക്ക് കാണാറുണ്ട്. വേറെ ആരാണ്? ഒരു വേറെ ആരെങ്കിലും ഉണ്ട്, കുറച്ചു പേരുണ്ട്. ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദുർഗാകൃഷ്ണയാണോ? സാനിയപ്പൻ അല്ലേ ഏറ്റവും ഹോട്ടായിട്ടുള്ളത്? എനിക്ക് മലയാളത്തിൽ ഏറ്റവും തോന്നിയത് ഹോട്ടല്ല, നല്ല ഭംഗി തോന്നിയത് ദുർഗാകൃഷ്ണയാണ്. ഹോട്ടല്ല, ഭംഗി തോന്നിയത് ദുർഗാകൃഷ്ണയാണ്. ഓൾ ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് ഇപ്പോൾ നിലവില് തമന്നയാണ്. തമന്ന കിടിലാണ്. പുള്ളിക്കാരന്റെ ബോഡി ഷേപ്പ് പൊളിയാണ്. എന്താണ് ആളുടെ ബോഡി ഷേപ്പിന്റെ പ്രത്യേകത? എന്ന് വെച്ചാല് ഒരു നെയ്വൈക്കുള്ള പോലെയാണ്. കിണ്ണാണ്, അടിപൊളിയാണ്, ഓക്കെയാണ്. എവിടെയോ ഇവിടെ ഒന്നും പറയാനില്ല, സൂപ്പറാണ്, നൈസാണ്. അല്ല ആരാ? തമന്ന ഫാനാണ്. നൈസാണ്. ഇവിടെയോ എല്ലാരും തമന്നയാണ്. ഇവിടെ എന്താണ് സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് പറയാനുള്ള ആളുടെ? ബോഡി ഷേപ്പിംഗ് ബോഡിയാണ്. ഇവിടെയോ തമന്ന. ഇവിടെ എല്ലാരും തമന്ന. പുഷ്പയിൽ സ്പാർക്ക് അടിച്ചതാ. പുഷ്പയിൽ തമന്നില്ല, പുഷ്പയിൽ സമന്ത. അതാണ് മാറിപ്പോയതാ. ജയിലർ ഞാൻ അധികം സിനിമ കാണാറില്ല, പക്ഷെ പയ്യനുണ്ട് കേട്ടോ. പയ്യ പടത്തിലുണ്ട്. നൈസാണ്. മഴ പെയ്യുമ്പോൾ സീനൊക്കെ അത് പയ്യ ആ ഒരു മൊമെന്റ് ഉണ്ട്. മഴ പെയ്യുമ്പോഴൊരു മൊമെന്റ്, അത് എല്ലാത്തിനും മൊമെന്റ് ആണ്. ആരും കോരി തിരിച്ചു പോകുന്നൊരു മൊമെന്റാ. ഡയലോഗില്ലേ, മസനോട് വഴി ഊട്ടിയിലേക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള പറഞ്ഞത്, അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് തമന്നയുടെ വീഡിയോ കാണുമ്പോ. അങ്ങനെ ഒരു വീഡിയോ ആണ്. ഓക്കെ, എന്താ പറയാ, സണ്ണി ലിയോൺ. എന്തുകൊണ്ടാണ് സണ്ണി ലിയോൺ ഹോട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? എന്താണ് റീസൺ? മറ്റുള്ള നടിമാരെക്കാൾ വ്യത്യസ്തരമായിട്ട് തോന്നിയത് ഹോട്ട്നെസ് ആൾക്കാണെങ്കിൽ തോന്നിയിട്ടുള്ളത്. ഹോട്ടായിട്ടുള്ള ഇന്ത്യയില് പോയിന്റ് ഓഫ് വ്യൂല് നിലവിലിപ്പം സണ്ണി ലിയോൺ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണി ലിയോണിനെക്കാളും ആരും സമന്ത, തമന്ന ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് ഇപ്പം സണ്ണി ലിയോൺ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. നമുക്ക് സണ്ണി ലിയോൺ തന്നെയാണ് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഹോട്ട് ആക്ട്രസ്സാ? ആക്ട്രസ് ഇന്ത്യയിലുള്ള ആക്ട്രസ് എനിക്കങ്ങനെ ഹോട്ടായിട്ടായിരുന്നു സാനിയ. സാനിയ അയ്യപ്പൻ. അത്യാവശ്യം
ആ അവരുടെ ഡ്രസ്സിങ് ഔട്ട്ഫിറ്റ് ഒക്കെ നല്ലതാണ്. ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. അങ്ങനെയൊക്കെ എനിക്ക് നിമിഷ സജയൻ ഇഷ്ടമാണ്. നിമിഷ സജയൻ ആളാണ് ഹോട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഫോട്ടല്ല, നല്ല ഭംഗിയാണ് കാണാൻ, അത്രേ ഉള്ളൂ. ഫോട്ടോ എനിക്ക് മനസ്സിലായില്ല എന്താണ്. സെക്സി ആയിട്ടുള്ള നല്ല ആകാരവടിവുള്ള അങ്ങനെയാണോ? അത് ലുക്സിലായാലും നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള റോഡർ പോയിന്റ് ഓഫ് വ്യൂല് കാണാൻ ഭംഗിയുള്ള കാണാൻ ഭംഗി. നയൻതാര ഇഷ്ടമാണ്, മലയാളത്തില് നിമിഷ സജയനെ ഇഷ്ടമാണ്. തമന്ന ഇവിടെ സാമന്ത സമന്ത ഇവിടെ എന്തുകൊണ്ടാണ് തമന്ന? ജയിലറിലെ ഡാൻസ് ചെയ്ത റോളുകളെല്ലാരും അടിപൊളിയല്ലേ? റോളല്ല, റോൾ മീൻസ് ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ്. അതെ, കാണുന്നതാണല്ലോ എല്ലാവരും കാണുന്നതാണല്ലോ. മീൻസ് ആളുടെ റോളുകളും സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് ഇവിടെയോ എന്തുകൊണ്ട് സമന്ത? സമന്ത ഏതിലാണ് ഹോട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? എല്ലാ പടത്തിലും മിക്ക പടത്തിലും മറ്റേ ആ പടത്തിന് പേര് ഈച്ചോയില് കുഴപ്പമില്ല. ഹോട്ടാ നമ്മുടെ എന്താണ് അല്ലുഅർജുനോട് പുഷ്പയിലാണോ? അതുണ്ട് എല്ലാം ഉണ്ട്. ഒന്ന് വേണ്ട മാമ. ആ ഏറെക്കുറെ. ഓക്കെ. ഇവിടെ ഏതിലാണ് ഹോട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? തമന്നാണ് ഏറ്റവും കൂടുതൽ. സോ ആളുടെ എല്ലാ മിക്ക സോങ്സുകളും ഹോട്ടാണല്ലോ. ഹോട്ടാണ് ഇന്ത്യയില് പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ലേ, മറ്റേതൊക്കെ ആണെങ്കിൽ ഇപ്പൊ സണ്ണിലോന്ന് പറയും. പക്ഷേ ആർട്ടിസ്റ്റ് എനിക്ക് മെയിനായിട്ട് തോന്നിയേക്കണത് സാനിയ അയ്യപ്പൻ. സാനിയ അയ്യപ്പൻ. ഇവിടെയോ തോന്നിയിട്ടില്ല. ഒരാളെ ഹോട്ടായിട്ട് തോന്നിയിട്ടില്ല? സാനിയ അയ്യപ്പൻ. ഇവിടെയോ ദീപിക പടുക്കോൺ. അങ്ങനെയുണ്ട്. ദീപിക പടുക്കോൺ നല്ല ഹോട്ടല്ലേ? അതുപോലെ പെണ്ണുങ്ങളായിട്ടുള്ള അത്ര ഇതൊന്നുമില്ല. ഇല്ല, സിഗ്മ മേലാണ്. അന്നേരം സാനിയ അയ്യപ്പനെ അറിയില്ലേ? ഓക്കെ. ഇവിടെ എന്താ സാനിയ അയ്യപ്പൻ എന്ന് പറയാൻ കാരണം? അല്ല, പുള്ളിക്കാരിയല്ലേ, അത്യാവശ്യം മോട്ടാണെന്ന് തോന്നണോ? ഇവിടെ എന്തുകൊണ്ടാണ് ദീപിക പടുക്കോൺ? നല്ല സിനിമകൾ ചെയ്യാനുണ്ട്, നല്ല അത്യാവശ്യം ഇച്ചിരി ട്രെൻഡിങ് ഫോളോ ചെയ്യാനുണ്ട്, അതുകൊണ്ട്